ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഗുരുവായൂർ പോകുന്നതാണ് കേട്ടോ. മോളുടെ അരങ്ങേറ്റത്തിൻ്റെ തലേദിവസമാണിത്. വീട്ടിൽ നിന്ന് എല്ലാവരും കാലത്ത് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് 12 മണിക്ക് ഇറങ്ങി. അതിനും കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ എനിക്കാണെങ്കിൽ പനിച്ചിട്ട് നിൽക്കാൻ കൂടി വയ്യേ. അപ്പോൾ ഒരു ഗുളികയും കഴിച്ച് ഒന്ന് കിടന്നിട്ടൊക്കെയാണ് പോകുന്നത്. ഒട്ടും ശരീരം കൊണ്ട് വയ്യേ, തീരെ റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഈ ദിവസത്തിൻ്റെ ഒരാഴ്ച മുമ്പാണ് ഒരു ജോബ് വാക്കൻസി വന്നത്. അപ്പോൾ പിന്നെ കിട്ടിയത് കാരണം പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ടി വന്നു. വീടിനടുത്ത് തന്നെയാണ്, നല്ല ജോബുമാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ലേ, ജോലിക്ക് കയറി. അരങ്ങേറ്റത്തിനുള്ള കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ടായിരുന്നു. അത് ഗുരുവായൂർക്ക് പോകുന്ന വഴി വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒറ്റപ്പാലം ഇറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങി ബസ് കയറിയിട്ടോ. എന്തോ ഭാഗ്യത്തിന് KSRTC ആണ് കിട്ടിയത്. പെട്ടെന്ന് അവിടെ എത്തുകയും ചെയ്യുമല്ലോ, അതാണ് ഒരു സമാധാനമായത്. കാരണം ഈ ദിവസമേ തൊഴുകാൻ പറ്റുള്ളൂ. പിന്നെ മിഡ് നൈറ്റ് 12-1 മണിക്കൊക്കെ മേക്കപ്പിന് പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും ഉള്ളിൽ കയറി ഭഗവാനെ തൊഴുകൽ നടക്കില്ല. അങ്ങനെ ഗുരുവായൂരെത്തി റൂം കിട്ടി. കുറച്ച് നേരം റൂമിൽ റെസ്റ്റ് എടുത്തു കേട്ടോ. അപ്പോഴേക്കും നെന്മാറ അമ്മ എത്തിയിരുന്നു. കിഴക്കേ നടയിലാണ് കേട്ടോ ഞങ്ങൾക്ക് റൂം കിട്ടിയത്. അങ്ങനെ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. 5:30 ആയിരുന്നു സമയം. വേഗം ഫോണും സാധനങ്ങളും എല്ലാം റൂമിൽ വെച്ച് വേഗം ഉള്ളിൽ കയറാനുള്ള ക്യൂവിൽ നിന്ന് ഒരു നോക്കാണെങ്കിലും തൊഴുകാൻ പറ്റി. നല്ല തിരക്കായിരുന്നു കേട്ടോ. 42 കുട്ടികളുടെ അരങ്ങേറ്റമാണ് നടക്കുന്നത്. അപ്പോൾ പിന്നെ അവരുടെ ആൾക്കാരും മറ്റുള്ള ആൾക്കാരും ഒക്കെ കൂടി ആവുമ്പോൾ പറയണ്ടല്ലോ. ഞങ്ങൾക്ക് മാത്രമേ ഉള്ളിലേക്ക് ദർശനം കിട്ടിയുള്ളൂ കേട്ടോ. വൈശാഖ മാസം അവസാനം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. മറ്റുള്ളവരൊക്കെ ലേറ്റായാണ് എത്തിയത്. അതുകൊണ്ടാണ് അവർക്കൊന്നും ദർശനം കിട്ടാഞ്ഞത് കേട്ടോ. 5:30 ക്യൂവിൽ നിന്നിട്ട് 9 മണിക്കൊക്കെയാണ് ഞങ്ങൾക്ക് തന്നെ ദർശനം കിട്ടിയത്. പിന്നെ കരിമണിമാലയും ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റും ഒക്കെ വാങ്ങി, കുറച്ച് മുല്ലപ്പൂവും വാങ്ങിച്ചിരുന്നു. വേഗം റൂമിൽ പോയി ഭക്ഷണം കഴിച്ചു കേട്ടോ. ഭക്ഷണം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്തിരുന്നത്. ചപ്പാത്തിയും ഉള്ളി റോസ്റ്റുമാണ് എടുത്തത് കേട്ടോ. അത് കഴിച്ച് വേഗം കിടന്നു. പന്ത്രണ്ട് മണിക്കെങ്കിലും എണീറ്റ് കുളിക്കണം, എന്നാലേ മുടി ഉണങ്ങൂ. അവളെ കുളിക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം സാരിയുടെ പ്ലീറ്റൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് റൂമിലേക്ക് പോവുകയാണ്. ഇതാണ് ഫസ്റ്റ് പാർട്ട് വീഡിയോ കേട്ടോ. ഇതെന്തിനാ ബാഗ് എടുക്കണോ? വെട്ടിലടക്കി അതിലിട്ടോ, അതിലാവണ്ട ഇതെടുത്ത് വെച്ചു. അതൊന്നും ഓർമ്മ വന്നാൽ നന്നായി. ഇതെടുക്കാല്ലേ? അതിലുണ്ട്, അതെടുക്കാല്ലേ? ഇവിടെ 1:10. ഈ റോഡിനാണോ? അതാ അവരതാ. ഈ ശ്രീരഞ്ജിനി എവിടെ? ഇവിടെ തന്നെ അല്ലേ ശ്രീരഞ്ജിനി? AC ഹാള്.
നേരിയ കിടന്നിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങിയ നന്നായി. അല്ല 1:30ക്കല്ലേ പറഞ്ഞിരിക്കണേ, അപ്പോഴേക്കൊക്കെ നമ്മളെത്തും. നമുക്കാ ടെൻഷൻ. 1:15 അത് ഇതിന്റെ അപ്പുറത്ത് തന്നെയാണ്. ഇവര് നിങ്ങളുടെ അടുത്ത റൂം എടുത്തിരിക്കുന്നത്? ഇവരിപ്പോ വന്നിട്ടേ ഉള്ളൂ. അതെ, ഇവര് പുളിയൊക്കെ കഴിഞ്ഞു. ഇവര് പുളിയൊക്കെ കഴിഞ്ഞാ വന്നിരിക്കണ അവിടുന്ന്. അങ്ങനെ ചെയ്താൽ മതി. ഇന്നലെ തീർത്ഥട അമ്മേനെ കണ്ടപ്പോഴാണ് തീർത്ഥട അമ്മയെ പറഞ്ഞത് ഇവിടെയാണ് ഓടിച്ചോ ഇത്. തീർത്ഥട അമ്മേനെ കണ്ടോ? ഇന്ന് വരെ ടെൻഷനാണ്. ശരോ ഞങ്ങളോ ഇല്ലേ? ഇതിനല്ലോ, ഇതിനല്ല. നമുക്ക് ആ കുളത്തിന്റെ ഇതിന് അങ്ങനെ ആയിരിക്കോ? അതായിരിക്കോ? ആറോ ഇതിന്? അയ്യോ, നമ്മള് അപ്പൊ നമുക്കറിയായിരുന്നു. ഈ ശ്രീരഞ്ജിനി ഇവിടെയാണോ? ആ, ശിവരഞ്ജിനി നേരെ ഈ ശ്രീരഞ്ജിനി എന്ന് ഞാൻ കേട്ടത്. ടീച്ചറിനൊന്ന് വിളിക്കണം. ഞങ്ങളെ കുട്ടികളെ കൊണ്ടാക്കിട്ട് ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ. അരങ്ങേറ്റ വീഡിയോ സെക്കൻഡ് പാർട്ടായി ഇടാം, കാരണം കൂടുതൽ ലെങ്ത് ആവണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വ്ളോഗിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയി വരുന്നതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.